നോട്ട് നിരോധനം വന്നപ്പോൾ അമ്മ വിദേശത്തായിരുന്നു. അപ്പോൾ ഒരു സന്യാസിയെ അവിടുന്ന് ഇവിടേക്ക് അയച്ചു. ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഉണ്ടായിരുന്നത് കോയമ്പത്തൂരുള്ള കോളേജിലായിരുന്നു. ആ പണമൊക്കെ വിശ്വസ്തരായ തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള പല ഭക്തന്മാരുടെ കയ്യിലും കൊടുത്ത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും മാറ്റിയെടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. ആ പണം ഇപ്പോഴും ഒരാളെ അയച്ച് പിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചിലരൊക്കെ തരില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെടുത്ത് നയമായി പറഞ്ഞ് വാങ്ങുവാനും സംസാരിക്കുവാനും വണ്ടിയും കൊടുത്ത് ഒരാൾ പോവാറുണ്ട്. അഥവാ തരുന്നില്ലെങ്കിൽ അവരെ പറഞ്ഞ് ഭയപ്പെടുത്തിയും വാങ്ങും. പാപം വരും, ഇത് ധർമ്മസ്ഥാപനത്തിൻ്റെ പണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി തന്നെ ഒരാൾ പോകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പുറത്തുള്ളവർ അധർമ്മം ചെയ്യും, കള്ളപ്പണമൊക്കെ സൂക്ഷിക്കും, പോട്ടെ. പക്ഷേ ധർമ്മത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പറയുന്നവർ ഇത്രമാത്രം കള്ളപ്പണം സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ആ സമയത്ത് കുറേ ആപ്പിളിൻ്റെയും മറ്റും കമ്പ്യൂട്ടറുകൾ വാങ്ങിയിട്ടു, കണക്കില്ലാതെ പഴയ വണ്ടികൾ മേടിച്ചു. ഇന്നതെന്നൊന്നും പറയാനില്ല. പൈസ എങ്ങനെ ചിലവാക്കണം എന്നറിയാതെ രീതിയായിരുന്നു. ഇത് പാവങ്ങൾക്ക് സേവനം ചെയ്യാതെ സൂക്ഷിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. അന്തേവാസികൾ എല്ലാവരും തന്നെ നിഷ്കാമ സേവനമാണ് ചെയ്യുന്നത്. അവരാരും തന്നെ ശമ്പളം പറ്റുന്നില്ല. അപ്പോൾ ആ വരുമാനം പാവങ്ങൾക്ക് കൊടുക്കാനല്ലേ തയ്യാറാവേണ്ടത്? ആദ്യമൊക്കെ കുറേ കൊടുത്തിരുന്നു. ഇപ്പോൾ കൊടുക്കലെല്ലാം വളരെ കുറവാണ്. ഇപ്പോൾ സ്ഥലം വാങ്ങിക്കൂട്ടാനും അതുപോലെ ബിൽഡിംഗ് കെട്ടുവാനുമാണ് കൂടുതൽ ശ്രമിക്കുന്നത്. തമിഴ്നാട്ടിൽ തന്നെ ഏകദേശം 2,000-3,000 ഏക്കർ സ്ഥലം കാണും. അത്രയും വാങ്ങിക്കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും പാവങ്ങളായിട്ടുള്ളവർക്ക് ഡയാലിസിസ് ചെയ്യുവാനും അല്ലെ ക്യാൻസർ രോഗികൾക്ക് കുറച്ച് മരുന്ന് പൈസ കുറച്ച് കൊടുക്കാനും എല്ലാ സംവിധാനം ചെയ്യാനൊക്കെ കഴിയും. പക്ഷെ അതിലൊന്നും താല്പര്യമില്ല. ഇപ്പോൾ കൂടുതൽ പണസമ്പാദനത്തിലാണ് ആ ശ്രമത്തിന് താല്പര്യം. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത്. ഇതിൻ്റെ എല്ലാം കാരണം കൂടുതൽ പണം വേണം എന്നുള്ള ചിന്ത തന്നെയാണ്. അങ്ങനെയാണ് ഗവൺമെൻറ്റിനെ വഞ്ചിക്കാൻ വേണ്ടി അന്തേവാസികളെ ജോലിക്കാരാക്കി മാറ്റി ശമ്പളം പറ്റുന്നതായി കാണിച്ച് അവരുടെ പേരിലൊക്കെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് അവർ ആശ്രമം വിട്ടുപോവുകയോ മരിക്കുകയോ ചെയ്യുമ്പോൾ ആശ്രമം തന്നെ അതെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതാരെങ്കിലും തുറന്നു പറയുമ്പോൾ അവനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? നമ്മൾ കാരുണ്യപ്രസ്ഥാനം എന്നല്ല പറയുന്നത്. എല്ലാവരും ത്യാഗികളും സന്യാസിമാരുമല്ലേ? അപ്പോൾ ലോകത്തിന് സേവനമല്ലേ ചെയ്യണ്ടേ? ശങ്കരാചാര്യർ പറയുന്ന സന്യാസം പറയുകയും എന്നിട്ട് ഇല്ല എല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അതെങ്ങനെ പരസ്പരം പൊരുത്തപ്പെട്ടു പോകും? ആ ത്യാഗത്തിൻ്റെ മാർഗത്തിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ മുന്നിൽ നടക്കും. പക്ഷെ അവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിപരീതമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വന്നത്. അതുകൊണ്ടാണ് ആ അന്തേവാസികളൊക്കെ അസ്വസ്ഥമാകാൻ തുടങ്ങിയതും. അവർ പ്രതീക്ഷിച്ച അവർ മനസ്സിൽ കണ്ട മൂല്യങ്ങളൊന്നും അവിടെ കാണാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പോഴാണ് അസ്വസ്ഥതയും അസ്വാരസ്യവും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ കാരുണ്യവും സത്യവും ധർമ്മവും ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുകയും പുസ്തകം എഴുതുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുകയും ഗവൺമെൻറ്റിനെ സാധാരണക്കാർ പോലും ചെയ്യാത്ത രീതിയിൽ വഞ്ചിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? നമ്മൾ നികുതി അടച്ചാലല്ലേ ഗവൺമെൻറ്റിന് റോഡ് പണികളും പാലം പണികളും അതുപോലെ ജനങ്ങൾക്ക് മറ്റു കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കള്ളത്തരം ചെയ്തിട്ട് സേവനം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സേവനം ഉള്ളത് കൊണ്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. എല്ലാവരും അല്ലെ മാതാമൃതാനന്ദമയി മഠം പോറ്റെന്ന് പറഞ്ഞ് ആരെങ്കിലും കുട്ടികളെ സൃഷ്ടിക്കുന്നുണ്ടോ? കൊടുത്താൽ ആളുകൾ വാങ്ങുന്നുണ്ട്, അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളിത് പണം സമ്പാദിക്കാൻ വേണ്ടി കാരുണ്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് അത് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി കാണാൻ പാടില്ല. മറ്റുള്ളവരെ സേവിക്കാനും സ്നേഹിക്കുവാനുമാണ് ഞങ്ങളെല്ലാവരും ആശ്രമത്തിൽ പോയിട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ കഠിനാധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് ആശ്രമത്തിൻ്റെ വളർച്ച. ഇന്നിപ്പോൾ ആശ്രമം വളർന്നു വരുമ്പോൾ ഞങ്ങളെ ചവിട്ടിത്താത്തി നിങ്ങളൊന്നും ഞാൻ നോട്ടീസ് അടിച്ച് വിളിച്ചിട്ടില്ല, പോണ്ടവർക്ക് പോകാം എന്ന് പറയരുത്. അമ്മയുടെ ഒരു ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹോസ്പിറ്റൽ കെട്ടി അതിന് ഹോസ്പിറ്റലിൽ നിന്ന് ബോർഡ് വെച്ചിട്ട് രോഗികൾ വരണ്ട എന്ന് പറഞ്ഞാൽ ശരിയാകുമോ എന്ന്. അതുപോലെ ആശ്രമം എന്ന് പേര് വെച്ച് ബ്രഹ്മചാരികളോ മറ്റോ വന്നു ചേർന്നതിന് ശേഷം ഞാൻ ആരും വിളിച്ചില്ല എന്ന് പറയുന്നത് ആ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ലാതെ വരില്ലേ? വാക്കും പ്രവൃത്തിയും പൊരുത്തമില്ലാത്തത് വരുന്നത് മൂല്യം നിലനിർത്താൻ കഴിയാത്തത് കൊണ്ടല്ലേ? പണമുണ്ടാക്കാൻ വേണ്ടി വാക്ക് മാറ്റി പറയേണ്ടി വരുന്നില്ലേ? അപ്പോൾ മൂല്യച്യുതി വന്നില്ലേ? അപ്പോൾ സത്യത്തിലും നിഷ്ഠയിലും ഉറച്ചു ജീവിക്കുന്നവർ ചോദ്യം ചെയ്തെന്ന് വരും. അപ്പോൾ വെപ്രാളപ്പെട്ടിട്ടോ അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടോ കാര്യമുണ്ടോ? കാരണം ലോകം മുഴുവൻ അധർമ്മവും അസത്യവും നടക്കുമ്പോൾ
അതിന് മാതൃകയായി നിൽക്കേണ്ടവരല്ലേ? ഇന്ത്യൻ ഭരണഘടനയിൽ പോരായ്മയുണ്ടെങ്കിൽ തിരുത്തേണ്ടവരല്ലേ? അത് ജീവിച്ച് കാണിക്കേണ്ടവരല്ലേ? അവർ തന്നെ ഈ ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് പണം സമ്പാദിക്കാൻ വേണ്ടി നീതി വെട്ടിപ്പും പല വഴികളും സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ധ്യാനജവാദികൾ എത്രമാത്രം സത്യസന്ധമായിരിക്കുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്ത് ഉണ്ടാകുന്നത് പിന്നെ പൊട്ടിത്തെറികളും കലുഷമായ അന്തരീക്ഷവുമായിരിക്കും. അതിന് നേരിട്ട് പിന്നെ അതിനെ സ്വീകരിക്കലേ വഴിയുള്ളൂ. നമ്മളെ കയ്യിലുള്ള ഒരു അമ്പ് തൊടുത്തു വിട്ടാൽ പിന്നെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അത് ആരെങ്കിലും പറയുമ്പോൾ അവനെതിരെ ക്രോധം കൊണ്ടിട്ടോ അധികാരം പദവി ഉപയോഗിച്ച് അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടോ കാര്യമില്ല. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, മനുഷ്യന് തെറ്റ് പറ്റും, പക്ഷെ അത് തിരുത്താൻ ശ്രമിക്കണം, തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. മഹാ അനുഗ്രഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ചിലപ്പോൾ അത്യാപത്തിൻ്റെ ഉറവകൾ പൊട്ടി വന്നേക്കാം. ഇത് എന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയില്ല എന്ന് വ്യാസഭഗവാൻ പറയുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ആളുകൾ എന്ന് പറയുന്നവരത്തിൽ നിന്നും ഇത്തരം അത്യാപത്തിൻ്റെ ഉറവുകൾ വന്നേക്കാമെന്ന് മഹാഭാരതം തന്നെ നമുക്ക് സൂചന തരുന്നുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കാതെ ഒരാൾ സത്യം തുറന്നു പറയുമ്പോൾ അവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടേ. സമൂഹത്തിൽ പരിവർത്തനം വരട്ടെ. സത്യം ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഒരാൾക്കും തകർക്കാൻ കഴിയില്ലെന്ന് ഉറച്ചങ്ങ് വിശ്വസിക്കുക. അതല്ലേ ഏറ്റവും നല്ലത്. സത്യം പറയുന്നവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് അധർമ്മത്തിൻ്റെ വഴിയാണ്. സത്യത്തെ ഉയർത്തി പിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ അധാർമിക പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ അതിന് വിപരീത ശക്തിയായിട്ട് എന്തെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും രീതിയിൽ അത് രൂപപ്പെടും. അത് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അല്ലാതെ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ, അവനെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. യാഥാർത്ഥ്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. അത് പ്രപഞ്ച നിയമമാണ്.